UAE എക്സ്ചേഞ്ച് സ്മാർട്ട് കേരള 2016 സ്വാഗതം. എറണാകുളം ജില്ലയുടെ ആസ്ഥാന നഗരമായ കൊച്ചിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 2016 വികസനത്തിന്റെ പുതിയ പാതയിലാണ് കൊച്ചി. എന്നാൽ കുടിവെള്ള പ്രശ്നം, മാലിന്യ പ്രശ്നം, തെരുവ് നായ്ക്കളുടെ പ്രശ്നം, കൊച്ചിയിലെ വെള്ളക്കെട്ട്, ഇത്തരം പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കാണാതെ കൊച്ചിക്ക് എങ്ങനെ സ്മാർട്ടാക്കാൻ കഴിയും എന്ന ചിന്തയാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നവർ കൊച്ചി നഗരസഭ ഡെപ്യൂട്ടി മേയർ ശ്രീ TJ വിനോദ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ KJ ആന്റണി, പൊതുപ്രവർത്തകനും കൊച്ചിയുടെ വികസനത്തിൽ തന്റേതായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന ആളുമായ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ ശ്രീ PC സിറിയക്, കൊച്ചി നഗരസഭയിലെ BJP പ്രതിനിധി ശ്രീമതി സുധാ ദിലീപ് കുമാർ, റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ കൗൺസിൽ ജനറൽ സെക്രട്ടറി ശ്രീ കുരുവിള മാത്യൂസ് എന്നിവരാണ്. കൂടാതെ കൊച്ചിയിലെ ദുരിതങ്ങൾ നേരിട്ടറിയുന്നവരും അനുഭവിക്കുന്നവരുമായ ഈ നഗരസഭയിലെ ജനങ്ങളുടെ ഒരു പരിച്ഛേദവും ഇവിടെയുണ്ട്. എല്ലാവർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഒരു റിപ്പോർട്ട് കാണാം, അതിനുശേഷം ചർച്ചയിലേക്ക് മടങ്ങി വരാം. എറണാകുളം ജില്ലയുടെ ആസ്ഥാന നഗരമായ കൊച്ചി നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ലോകമെമ്പാടും അറിയപ്പെട്ടിരുന്ന വാണിജ്യ നഗരമായിരുന്നു. സമുദ്ര സാമീപ്യവും തുറമുഖവും സുഗന്ധവ്യഞ്ജന വ്യാപാരവുമെല്ലാമാണ് കൊച്ചിക്ക് കേരളത്തിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രം എന്ന നിലയിൽ ലോക കമ്പോളത്തിൽ ഇടം നേടിക്കൊടുത്തത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ ഈ തുറമുഖ വ്യാപാരം രാഷ്ട്രീയ അധിനിവേശങ്ങൾക്കും വഴിയൊരുക്കി. മട്ടാഞ്ചേരിയിലെ പാണ്ഡികശാലകളും വിവിധ ദേശക്കാരുടെ ആവാസ കേന്ദ്രങ്ങളും ഭാഷയിലെ വൈവിധ്യവും ഇതിന്റെ പരിണിത ഫലങ്ങളാണ്. കാർഷിക വിഭവങ്ങളിൽ നിന്ന് വ്യാവസായിക ഉൽപ്പന്നങ്ങളിലേക്കുള്ള ചുവടുമാറ്റമാണ് കൊച്ചിയെ യഥാർത്ഥത്തിൽ ഒരു വ്യവസായ മേഖലയാക്കി മാറ്റിയത്. കേരളത്തിലെ ഏറ്റവും വലിയ നഗരസമൂഹമായ കൊച്ചി നഗരസഭ 1967 നവംബർ 1 രൂപം കൊണ്ടത്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, എറണാകുളം, പള്ളുരുത്തി എന്നീ പ്രദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൊച്ചി കോർപ്പറേഷൻ നിലവിൽ വന്നത്. 2005 വാർഡ് പുനർനിർണയ പ്രകാരം 74 വാർഡുകളാണ് കൊച്ചി നഗരസഭയിൽ ഉള്ളത്. രാജ്യത്തെ ആദ്യത്തെ സ്മാർട്ട് സിറ്റികളിൽ ഒന്നാകാൻ കച്ചമുറുക്കുകയാണ് കൊച്ചി. കേരളത്തിലെ ആദ്യ മെട്രോ റെയിലും കൊച്ചിയിൽ യാഥാർത്ഥ്യമാകുന്നു. അങ്ങനെ 2016 വികസനത്തിന്റെ പുതിയ പാതയിലൂടെയാണ് കൊച്ചി സഞ്ചരിക്കുന്നത്. എന്നാൽ മാലിന്യ പ്രശ്നം, നടപ്പാതകളില്ലാത്ത റോഡുകൾ, ആസൂത്രണമില്ലാതെ പണിതുയർത്തിയ കെട്ടിടങ്ങൾ, ഇതിനെല്ലാം കൂടി പരിഹാരമാകേണ്ട പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി. കൊച്ചിയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത നഗരസഭാ കൗൺസിലിന്റെ ചർച്ചാ വിഷയം ലോഗോയും ടാഗ് ലൈനും നഗരത്തിലെ കെട്ടിടങ്ങൾക്കും മതിലുകൾക്കും നീല പെയിന്റ് അടിക്കലും ആണെന്ന ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ജനങ്ങൾക്കിടയിൽ ചർച്ചയായത് അടുത്തിടെയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിന് പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണ അദ്ദേഹത്തിന്റെ വിമർശനം ശരിവെക്കുന്നതായിരുന്നു. മാലിന്യ പ്രശ്നം, കൊതുക് ശല്യം, വെള്ളക്കെട്ട്, കുടിവെള്ളക്ഷാമം, ഗതാഗതക്കുരുക്ക് എന്നിവ അടക്കമുള്ള ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. നഗരസഭ നേരിട്ടു ചെയ്യേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായും കാര്യക്ഷമമായും പരിഹരിക്കേണ്ടതുണ്ട്. ഇതര സർക്കാർ വകുപ്പുകൾ തീർപ്പാക്കേണ്ട പ്രശ്നങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധ പതിയേണ്ട വിഷയങ്ങളിലും ഗതിവേഗം ഉണ്ടാക്കുന്നതിനുള്ള അനിവാര്യ ഇടപെടൽ നടത്തേണ്ട ചുമതലയും നഗരസഭയ്ക്കുണ്ട്. കോടികൾ ചെലവഴിച്ചിട്ടും നഗരമാലിന്യത്തിന്റെ 50% മാത്രമേ പ്ലാന്റിൽ സംസ്കരിക്കപ്പെടുന്നുള്ളൂ. ബ്രഹ്മപുരം പ്ലാന്റ് ആകട്ടെ കൃത്യമായി പ്രവർത്തനശേഷി ഉപയോഗിക്കാനാകാത്ത സ്ഥിതിയിലുമാണ്. കൊച്ചിയിൽ ഉറവിട മാലിന്യ സംസ്കരണവും റെസിഡൻസ് അസോസിയേഷനുകളുടെയും കുടുംബശ്രീകളുടെയും സഹായത്തോടെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിക്കുന്ന രീതിയും കാര്യക്ഷമമായിട്ടില്ല. മാലിന്യ നീക്കത്തിനായി നഗരസഭ വാഹനങ്ങൾ വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണവും ഉണ്ടായി. ആരോപണം ഉന്നയിച്ച കൗൺസിലറുടെ നാടകീയമായ സസ്പെൻഷനും കഴിഞ്ഞ നഗരസഭ സാക്ഷിയായി. അതേസമയം നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് കൊച്ചി നഗരസഭ നടത്തുന്ന പുതിയ പരീക്ഷണം അഭിനന്ദനാർഹവുമാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാതെ മാലിന്യം സംസ്കരിക്കുന്നതിനൊപ്പം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള പ്ലാന്റ് സ്ഥാപിക്കുകയാണ് പുതിയ ലക്ഷ്യം. നിലവിലുള്ള സംവിധാനം അപര്യാപ്തമായതിനാലും ബ്രഹ്മപുരം പ്ലാന്റ് നവീകരിക്കാൻ വൻ തുക ചെലവഴിക്കേണ്ട സാഹചര്യത്തിലുമാണ് നഗരസഭ സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഞങ്ങൾ 2010 അധികാരത്തിലേറുമ്പോൾ മാലിന്യ സംസ്കരണ രംഗം ആകെ താറുമാറായ സ്ഥിതിയായിരുന്നു. ബ്രഹ്മപുരത്ത് മാലിന്യ സംസ്കരണം നിലച്ചമട്ടായിരുന്നു. അവിടെയുള്ള കരാറുകാരെ മാറ്റി പുതിയ കരാറുകാരെ വെച്ചു. അവിടെ സംസ്കരിക്കാതെ കുമിഞ്ഞും കൂടി കിടന്ന ലക്ഷക്കണക്കിന് ടൺ മാലിന്യം അത് സംസ്കരിച്ചു എന്ന് മാത്രമല്ല, നാളിതുവരെ 5 വർഷക്കാലം ഉത്ഭവിക്കുന്ന പ്രതിദിന മാലിന്യം അത് ഏതാണ്ട് 175 ടൺ ഒരു ദിവസം ഈ നഗരത്തിലുണ്ടാവും. അതും സംസ്കരിച്ചു പോകുന്നു. മാത്രമല്ല, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, സമീപ മുനിസിപ്പാലിറ്റികളിലെ 5 മുനിസിപ്പാലിറ്റികളിലെയും 2 പഞ്ചായത്തുകളിലെയും മാലിന്യവും ഞങ്ങളുടെ നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ സ്വീകരിച്ചുകൊണ്ട് സംസ്കരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മാലിന്യ സംസ്കരണ രംഗത്ത് കേരളത്തിൽ ഒരു പുതിയ വിജയഗാഥ
ആ രംഗത്ത് ഞങ്ങൾക്ക് കൈവരിക്കാൻ സാധിച്ചു. സ്മാർട്ടാകാനുള്ള തത്രപ്പാടിനിടയിൽ ഗതാഗത കുരുക്കിൽപ്പെട്ട് നടു റോഡിൽ സമയം കളയാനാണ് എന്നും കൊച്ചിക്കാരുടെ വിധി. വാഹനങ്ങളുടെ എണ്ണം ഇനിയും കൂടുകയേ ഉള്ളൂ എന്നിരിക്കെ എല്ലാ പ്രശ്നവും മെട്രോ റെയിൽ പരിഹരിക്കും എന്ന് കരുതാൻ കഴിയില്ല. കേരളത്തിലെ മറ്റു നഗരങ്ങളിലുള്ളത്ര ഓവർ ബ്രിഡ്ജുകളും ഫ്ലൈ ഓവറുകളും പോലും കൊച്ചിയിലില്ല. ഉള്ളവയാകട്ടെ രൂപകൽപ്പനയിലെ ഭാവശൂന്യത കൊണ്ടും വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ കൊണ്ടും ജനങ്ങളെ വിഷമസന്ധിയിലാക്കുകയാണ്. കൊച്ചി നഗരത്തിനകത്തുള്ള ഏതാണ്ട് 80% റോഡുകൾ പൊട്ടിത്തകർന്നൊരവസ്ഥയായിരുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങൾക്കൊരു ഭരണം കിട്ടാനുള്ള കാരണവും അതായിരുന്നു. അതുകൊണ്ട് തന്നെ റോഡുകളുടെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തി ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെയും നഗരസഭയുടെയും എല്ലാ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്നിപ്പോൾ കൊച്ചി നഗരത്തിലുള്ള എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കാൻ സാധിച്ചു. ഇപ്പോൾ മഴക്കാലത്ത് കുറച്ച് കുണ്ടും കുഴികൾ വന്നു എന്നതൊഴിച്ചാൽ എല്ലാ റോഡുകളും. മാത്രമല്ല, കേരളത്തിൽ ആദ്യമായി ഒരു നഗരസഭ 5 വർഷക്കാലം ഗ്യാരണ്ടിയുള്ള BMNBC ടാറിംഗ് നടത്തിയത് കൊച്ചി നഗരസഭ മാത്രമാണ്. പാലാരിവട്ടം ജംഗ്ഷനിൽ മാത്രമായി മേൽപ്പാലം തുറന്നുകൊടുക്കാനുള്ള നീക്കം തിരക്കേറിയ മറ്റു ജംഗ്ഷനുകളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുകയേ ഉള്ളൂ. വൈറ്റില, ഇടപ്പള്ളി തുടങ്ങിയ ജംഗ്ഷനുകളിലാണ് ഇതുമൂലം യാത്രക്കാർക്ക് കൂടുതൽ സമയം കളയേണ്ടി വരിക. ദേശീയപാതയിൽ കേരളത്തിൽ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനായ വൈറ്റിലയെ ഒഴിവാക്കി പാലാരിവട്ടത്തു മാത്രം മേൽപ്പാലം തുറക്കുന്നത് നഗരത്തിലെ ഗതാഗത സംവിധാനത്തെ ആകെ താറുമാറാക്കും. വൈറ്റില, ഇടപ്പള്ളി, കുണ്ടന്നൂർ എന്നിവിടങ്ങളിലും മേൽപ്പാലങ്ങൾ നിർമ്മിക്കണം എന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ദിനംപ്രതി 10,000-കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായാണ് ഇവ നിർമ്മിക്കാനുള്ള നിർദ്ദേശം ഉയർന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈറ്റിലയിലെ മേൽപ്പാലമാണ്. ദേശീയപാതയിലേക്ക് തൃപ്പൂണിത്തുറ ഭാഗത്തു നിന്നും കടവന്ത്ര ഭാഗത്തു നിന്നും വാഹനങ്ങൾ എത്തുന്ന ജംഗ്ഷനാണിത്. പാലാരിവട്ടത്തു നിന്ന് തമ്മനം വഴിയുള്ള റോഡ് വൈറ്റില ജംഗ്ഷനിലേക്കാണ് എത്തുന്നത്. കൂടാതെ സർവീസ് റോഡുകളിലൂടെയും ഇവിടേക്ക് വാഹനങ്ങൾ എത്തുന്നുണ്ട്. പലപ്പോഴും വൻ ഗതാഗത കുരുക്കാണ് ഇവിടെ ഉണ്ടാകുന്നത്. പാലാരിവട്ടം മേൽപ്പാലം തുറക്കുന്നതോടെ തടസ്സമില്ലാതെ വാഹനങ്ങൾ വൈറ്റില ജംഗ്ഷനിൽ എത്തും. ഇതിന് പരമാവധി 4 മിനിറ്റ് മതി. വൈറ്റിലയിൽ 2 ട്രാഫിക് സിഗ്നലുകൾ കടന്നു വേണം വാഹനങ്ങൾക്ക് പോകാൻ. ബൈപ്പാസിന്റെ തുടക്കത്തിലും ജംഗ്ഷനിലുമാണ് സിഗ്നലുകൾ ഉള്ളത്. 4 മിനിറ്റിനുള്ളിൽ 3 തവണയെങ്കിലും ഇവിടെ സിഗ്നൽ മാറുകയും ചെയ്യും. ഇതോടെ പാലാരിവട്ടത്തു നിന്നെത്തുന്ന വാഹനങ്ങൾക്ക് ഇവിടെ കൂടുതൽ നേരം കിടക്കേണ്ടി വരും. വാഹനങ്ങളുടെ ക്യൂ ചക്കരപ്പറമ്പ് വരെയെങ്കിലും നീളാനേ ഇത് ഇടയാക്കൂ. വൈറ്റില, തമ്മനം, പാലാരിവട്ടം മേഖലകളിലെ മറ്റ് റോഡുകളിലെ ഗതാഗതത്തെയും ഈ കുരുക്ക് സാരമായി ബാധിക്കും. ഇതോടെ മുഴുവൻ സമയവും നഗരം ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന അവസ്ഥയാകും. ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നഗരസഭയെ കുറ്റപ്പെടുത്താനാകില്ലെങ്കിലും കൊച്ചി നഗരത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത്തരം അശാസ്ത്രീയ നടപടികളിൽ ഇടപെടാനുള്ള ധാർമ്മിക ബാധ്യതയിൽ നിന്ന് നഗരസഭാ അധികൃതർക്ക് മാറി നിൽക്കാനാകില്ല. നഗരസഭാ പരിധിയിലെ കൊതുക് ശല്യത്തിനെതിരെ ഭരണപക്ഷത്തു നിന്നുൾപ്പെടെ രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട്. റെസിഡൻസ് അസോസിയേഷനുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും മറ്റും സഹായത്തോടെ നടപ്പാക്കുന്ന ക്ലീൻ കൊച്ചി മിഷൻ പദ്ധതി കൊതുക് നശീകരണം കൂടി ലക്ഷ്യമിട്ടുള്ളതാണ്. ഇന്ന് കൊച്ചി നഗരവാസികളെ ഏറെ അലട്ടുന്ന പ്രശ്നമാണ് കൊതുക് ശല്യം. നഗരത്തിൽ പകൽ സമയങ്ങളിൽ പോലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാനാവാത്ത വിധം കൊതുക് ശല്യം രൂക്ഷമായിരിക്കുകയാണ്. കലൂർ പരിസരത്ത് രാവിലെയും വൈകിട്ടും നടക്കാനിറങ്ങാൻ പോലും സാധ്യമല്ലെന്ന തരത്തിൽ പരാതികൾ ഉയരുന്നുണ്ട്. കൊതുക് നശീകരണത്തിനായി ഫോഗിംഗ് നടത്തുന്ന കാര്യത്തിൽ നഗരസഭ കൂടുതൽ കാര്യക്ഷമമാകേണ്ടതുണ്ട്. 2 ഫോഗിംഗ് മെഷീനാണ് നഗരസഭാ പരിധിയിൽ ആകെ പ്രവർത്തിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ വാർഡുകളിലും എത്തിക്കാൻ കഴിയാതെ വരുന്നു. കൊതുകിന് ഉപയോഗിക്കുന്ന മരുന്ന് ഫലപ്രദമാണോ എന്ന കാര്യത്തിലും നഗരവാസികൾക്ക് സംശയമുണ്ട്. നഗരപരിധിയിലെ ചെറിയ കാനകൾ വൃത്തിയാക്കുന്നതിന് ഓരോ വാർഡിനും 2 ലക്ഷം രൂപ കഴിഞ്ഞ കൗൺസിൽ പാസാക്കിയിരുന്നു. എന്നാൽ ഇടപ്പള്ളി സോൺ മാത്രമാണ് ഇക്കാര്യത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. മറ്റ് സോണുകൾ ഇപ്പോഴും അലംഭാവം തുടരുകയാണെന്നാണ് അറിയുന്നത്. ചെന്നൈ നഗരത്തിൽ അടുത്തിടെ ഉണ്ടായ മഴക്കെടുതി കൊച്ചിയിലാണ് സംഭവിച്ചിരുന്നതെങ്കിൽ എത്ര ഭീകരമാകുമായിരുന്നു സ്ഥിതി. വികസനത്തിന്റെ പേരിൽ ചെറുതോടുകളും ജലപ്രവാഹങ്ങളും മൂടിയതിന് മനുഷ്യന് പ്രകൃതി നൽകിയ മറുപടിയായിരുന്നു ചെന്നൈ ദുരന്തം. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ നാം ശ്രമിച്ചില്ലെങ്കിൽ അതിലും വലിയ ഭീകരതയാവും നമ്മെ കാത്തിരിക്കുക. വ്യാപകമായ കായൽ കയ്യേറ്റങ്ങളും ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള കെട്ടിട നിർമ്മാണവുമെല്ലാം കൊച്ചിയെ വലിയ ദുരന്തത്തിന് മുന്നിലേക്കാണ് തള്ളിവിടുന്നതെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. കടലിനും കായലിനും ഇടയിലുള്ള ഈ കരഭൂമി ജലസമാധി അണയാതിരിക്കണമെങ്കിൽ പരിഷ്കാരങ്ങളിലെ അശാസ്ത്രീയത അവസാനിപ്പിക്കേണ്ടതുണ്ട്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കുന്നതിന് കർശനമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനും മുൻകരുതലുകൾക്കും വേണ്ടി സദാ ജാഗ്രത പാലിക്കുന്ന ഒരു സംവിധാനവും ഉണ്ടാകണം.
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പുറത്തിറക്കിയ വലിയ ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള ഇന്ത്യൻ നഗരങ്ങളുടെ പട്ടികയിൽ നമ്മുടെ കൊച്ചിയും ഉണ്ട് എന്ന വസ്തുതയെ ഭീതിയോടെ മാത്രമേ കാണാൻ കഴിയൂ. ഏതായാലും കൊച്ചിക്കാരുടെ പല പ്രശ്നങ്ങൾക്കും പുതിയ ഭരണ നേതൃത്വം പരിഹാരമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കുന്നതിനായി കൊച്ചി നഗരത്തിന് സമഗ്രവും ശാസ്ത്രീയവുമായ ഡ്രെയിനേജ് മാസ്റ്റർ പ്ലാൻ, ഫോർട്ട് കൊച്ചി വൈപ്പിൻ ജങ്കാർ വെസലുകളുടെ സർവീസിന് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ സഹായത്തോടെ പുതിയ ടെർമിനലുകൾ, നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ റോഡുകളുടെയും കുഴികൾ അടയ്ക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കുമായി മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന യൂണിറ്റ്, നഗരത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് മഴവെള്ള സംഭരണ പദ്ധതി, വാഹനങ്ങളുടെ പാർക്കിങ്ങിന് സ്ഥിര സംവിധാനം, അങ്ങനെ കൊച്ചിയുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് 100 ദിന കർമ്മ പദ്ധതികൾ എന്ന പുതിയ മേയറുടെ പ്രഖ്യാപനത്തിൽ വിശ്വാസമർപ്പിച്ചിരിക്കുകയാണ് നഗരവാസികൾ. കൊച്ചിയുമായി ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണ രംഗത്ത് ശാശ്വതമായ പരിഹാരം, പ്രത്യേകിച്ച് 2016 കൊച്ചിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. കൊച്ചി സ്മാർട്ടാകാൻ ഒരുങ്ങുകയാണ്. മാലിന്യ പ്രശ്നവും അതുപോലെയുള്ള മറ്റ് ജനകീയ പ്രശ്നങ്ങൾക്കുമൊക്കെ ഒരു ശാശ്വത പരിഹാരം കൂടി കാണുമ്പോഴാണ് കൊച്ചി സ്മാർട്ടാവുക അല്ലെങ്കിൽ സ്മാർട്ടായി എന്ന് പറയാൻ കഴിയുക. മാലിന്യ പ്രശ്നത്തിൻ്റെ ശാശ്വത പരിഹാരത്തിന് പുതിയ ഭരണസമിതി എന്തൊക്കെയാണ് മുന്നിൽ കണ്ടിരിക്കുന്നത്? കൊച്ചിയിലെ അടിസ്ഥാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കേരള കൗമുദിയും UAE എക്സ്ചേഞ്ചും സംയുക്തമായി നടത്തപ്പെടുന്ന ഈ ചർച്ച ഗുണകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആദ്യമാണ് ഇവിടെ പ്രധാനമായും ഉന്നയിച്ചൊരു ചോദ്യം കൊച്ചിയിലെ മാലിന്യ സംസ്കരണത്തിന് എന്താണ് പുതിയ പദ്ധതി എന്നതിനെ സംബന്ധിച്ചാണ്. തീർച്ചയായും ഇപ്പോൾ നിലവിലുള്ളത് നഗരസഭയിൽ ഒരു കമ്പോസ്റ്റ് നിർമ്മാണ ഫാക്ടറിയാണ് നിൽക്കുന്നത്. കേരളത്തിൽ ചവർ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു നഗരമാണ് കൊച്ചി. ആ നഗരത്തിൽ ഇപ്പോഴുള്ള പ്ലാന്റ് പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ കൗൺസിലിൻ്റെ സന്ദർഭത്തിൽ പുതിയൊരു പ്ലാന്റ് എന്നൊരാശയം ഞങ്ങൾ ഗവൺമെൻറ് മുന്നിൽ വെച്ചത്. ഒരുപാട് ചർച്ചകൾക്കും മറ്റ് നടപടികൾക്കും ശേഷം ഏറ്റവും അവസാനം വേസ്റ്റ് ടു എനർജി പ്ലാന്റ് എന്നൊരു കൺസെപ്റ്റ് അംഗീകരിക്കുകയും അത് ടെൻഡർ ചെയ്യുകയും ഇപ്പോൾ അത് ക്യാബിനറ്റ് അപ്രൂവൽ ലഭിച്ച് MOU ഒപ്പിടുന്ന സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായും 2 വർഷത്തിനുള്ളിൽ ആ പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയും. അങ്ങനെ പൂർത്തീകരിക്കുമ്പോൾ ഈ നഗരത്തിൽ നിന്നും ഏകദേശം 300 ടൺ വേസ്റ്റ് ഡീഗ്രേഡബിളും മറ്റ് രീതിയിലുള്ള എല്ലാ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും സംസ്കരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഏകദേശം 300 ടൺ വേസ്റ്റ് ഒരു ദിവസം സംസ്കരിക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു പ്ലാന്റാണ് ഇപ്പോൾ നമ്മൾ വിഭാവന ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.